ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ യൂണിറ്റിലെ കൊളൈഡേഴ്സിനെ പറ്റിയും ട്രിഗേഴ്സിനെ പറ്റിയുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് കൊളൈഡർ, എന്താണ് ട്രിഗർ, അതുപോലെ തന്നെ എങ്ങനെയാണ് കൊളൈഡറിനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയെല്ലാമാണ് ഏതെല്ലാം മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമുക്ക് ഈ കൊളൈഡേഴ്സിനെയും ട്രിഗേഴ്സിനെയും ഇൻവോക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ Y9. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് കൊളൈഡേഴ്സ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൊളൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി രണ്ട് ഒബ്ജക്റ്റുകളെ തമ്മിൽ കൊളൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പോണൻ്റ് ആണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് എടുത്ത് അതിനെ ഇൻസ്പെക്ടർ ടാബിൽ താഴോട്ട് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്ന ഒരു കോമ്പോണൻ്റ് ആണ് കൊളൈഡർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കൊളൈഡേഴ്സ് ഉണ്ട്. ബോക്സ് കൊളൈഡർ, സർക്കിൾ കൊളൈഡർ, പോളിഗൺ കൊളൈഡർ എന്നിങ്ങനെ പലതുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ കൊളൈഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റ് 2D ഒബ്ജക്റ്റ് ആണെങ്കിലും 3D ഒബ്ജക്റ്റ് ആണെങ്കിലും അതിനനുസരിച്ചും വ്യത്യാസം വരുന്നുണ്ട്. സോ ഇതൊരു 3D ഒബ്ജക്റ്റ് ആയത് കാരണമാണ് നമ്മളിവിടെ വെറും ബോക്സ് കൊളൈഡർ എന്ന് പറയുന്ന കോമ്പോണൻ്റ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു 2D ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ഇത് ബോക്സ് കൊളൈഡർ 2D എന്ന് പറയുന്ന ഒരു കൊളൈഡർ നമ്മൾ ആഡ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ 3D ആയതാണ് നമ്മൾ ബോക്സ് കൊളൈഡർ ഉപയോഗിക്കുന്നത്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകൾക്കും കൊളൈഡർ കോമ്പൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലാണ് നമ്മൾ കൂട്ടിമുട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റുകൾക്കും നമ്മൾ കൊളൈഡർ കോമ്പൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ഒബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് റിജിഡ് ബോഡി എന്ന് പറയുന്ന കോമ്പൗണ്ടും കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഈ എക്സാമ്പിൾ നമുക്ക് ഈ ബ്ലാക്ക് ക്യൂബിനെ പ്ലെയർ ആയിട്ടും ഈ ഒരു ക്യൂബിനെ നമുക്ക് ഡോറുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ക്യൂബിനാണ് നമ്മുടെ പ്ലെയർ. കാരണം ഈ പ്ലെയറിനെയാണ് നമ്മളെപ്പോഴും മൂവ് ചെയ്യുന്നത് അല്ലേ? അതാണ് നമ്മുടെ പ്ലെയറിന് നമുക്ക് റിജിഡ് ബോഡി എന്ന് പറയുന്ന കോമ്പൗണ്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നിങ്ങൾക്കിപ്പോൾ ബേസിക്കലി കൊളൈഡേഴ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ട്രിഗേഴ്സിനെ പറ്റി സംസാരിക്കാം. ട്രിഗേഴ്സ് എന്താണ്? സോ ട്രിഗേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ബേസിക്കലി നമ്മുടെ ഈ കൊളൈഡേഴ്സ് പോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റിനകത്ത് ഒരു കൊളൈഡർ ആഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഇൻസ്പെക്ടർ ടാബിൽ താഴെ നമുക്ക് ആ ബോക്സ് കൊളൈഡറിൻ്റെ ഓപ്ഷനിൽ നമുക്ക് കാണാവുന്നതാണ്. താഴെ ഈസ് ട്രിഗർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതൊരു ട്രിഗറായി മാറുന്നത്. ഇത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തില്ലെങ്കിൽ വെറും കൊളൈഡറായിട്ടും, ചെക്ക് ഇൻ ചെയ്താൽ ആ കൊളൈഡർ ഒരു ട്രിഗറുമായിട്ട് ആക്ട് ചെയ്യുന്നു. ട്രിഗറായിട്ട് ആക്ട് ചെയ്താലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് അതുവഴി കടന്നു പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് വിചാരിച്ച് കാണും, അങ്ങനെ ചുമ്മാ കടന്നു പോകാൻ വേണ്ടിയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് കൊളൈഡർ കൊടുക്കാണ്ടിരുന്നാൽ പോരെ, അങ്ങനെയാണെങ്കിൽ കടന്നു പോയിക്കോളൂല്ലോ. ആക്ച്വലി ചുമ്മാ കടന്നു പോകാൻ വേണ്ടിയല്ല നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അഫ്കോഴ്സ് കടന്നു പോകാൻ കഴിയണം. അതുപോലെ തന്നെ ആ കൊളീഷൻ രജിസ്റ്ററും കൂടെ ചെയ്യപ്പെടണം. സോ ഫിസിക്കലി നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കും കൊളീഷൻ നടക്കുന്നില്ല എങ്കിൽ പോലും ഈ ഒരു പോയിന്റിൽ കൊളീഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ആ കൊളീഷൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. എവിടെ? യൂണിറ്ററി സിസ്റ്റത്തിനകത്ത്, ഈ ഗെയിം എഞ്ചിനിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ട്രിഗർ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലെയറും ഈ ഡോറും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലെയർ സാധാരണ ഒരു ഗെയിം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്ലെയർ നമ്മുടെ ഡോറിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും തന്നെ ഒരു ഓപ്ഷൻ കാണിക്കും UI X to open, A to close. അങ്ങനെ X ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡോർ ഓപ്പൺ ആയി വരുന്നു അല്ലേ? പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങൾ ട്രിഗർ അല്ല സെറ്റ് ചെയ്യുന്നതെങ്കിൽ, ട്രിഗർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അല്ല, ട്രിഗർ ഈ കേസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു വെറും സാധാരണ കൊളൈഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക, ഈ ബോക്സിന് വേണ്ടി ഒരു കൊളൈഡർ കാണും. ആൻഡ് നമ്മുടെ പ്ലെയറിൻ്റെ കൊളൈഡർ ഇതിൻ്റെ ചുറ്റും ഇരിക്കുന്നതാണ് പ്ലെയറിൻ്റെ കൊളൈഡർ. ഓക്കെ, ആൻഡ് ഈ കൊളൈഡർ നമ്മുടെ പ്ലെയറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ രണ്ടും കൂടി തമ്മിൽ മുട്ടിയാൽ മാത്രമേ, രണ്ടും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വന്നാൽ മാത്രമേ ആ UI ഓപ്ഷൻ നമ്മൾ കാണിക്കത്തുള്ളൂ. പക്ഷേ ഇൻ റിയൽ ലൈഫിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോഴത്തേക്കും ഒരിക്കലും രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്യുമ്പോഴല്ല അതിൻ്റെ UI കാണിക്കുന്നത്. മറിച്ച് ഏകദേശം ആ ഒരു ഒബ്ജക്റ്റിന് അടുത്തെത്തുമ്പോഴേക്കും, ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും തന്നെ ആ UI നമ്മളെ കാണിക്കേണ്ടതാണ്, അത് പ്ലെയറിനെ കാണിക്കേണ്ടതാണ് നമുക്ക് സ്ക്രീനിൽ. സോ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ബേസിക്കലി നമ്മുടെ ഇവിടെ ഒരു ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ ഡോർ ഉണ്ടാകും. ആ ഡോറിന് ഒരു കൊളൈഡർ നമ്മൾ കൊടുക്കുന്നു. അതൊരു സാധാരണ കൊളൈഡർ ആയിരിക്കുന്നതിന്. ഓക്കെ, അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് ഒരു കൊളൈഡറും കൂടെ ഇവിടെ ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് കൊളൈഡർ, ഈ 4 ക്യൂബ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഒരു സൈസിൽ വരുന്ന ഒരു ബോക്സ് കൊളൈഡർ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ആൻഡ് ആ കൊളൈഡറിനകത്ത് നമുക്ക് ഈസ് ട്രിഗർ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ ആ കൊളൈഡറിനകത്ത് ഈസ് ട്രിഗർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, നമുക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല നമ്മൾ പറഞ്ഞ്. നല്ല കാര്യം. അതിനോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാനും കഴിയും. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ പ്ലെയർ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ് ഇവിടം വരെയാണുള്ളത് അല്ലേ, ഇത്രയാണുള്ളത്. അപ്പം ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും നമ്മുടെ
സിസ്റ്റത്തിന് ഗെയിമിന് കണക്ട് ചെയ്യാൻ കഴിയും, അതായത് ചെക്ക് ചെയ്യാൻ കഴിയും ഈ പോയിന്റിൽ കയറിയോ ഇല്ലയോ എന്ന്. അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്കും ആ UI കാണിക്കുന്നു, ഡോറ് തുറക്കണോ വേണ്ടയോ എന്നുള്ള UI കാണിക്കുന്നു. ആൻഡ് സാധാരണ ശരിക്കും ഗെയിമിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഗെയിമിൽ സാധാരണ നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും, അതായത് ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കുമാണ് UI കാണിക്കുന്നത് അല്ലേ. സോ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ട്രിഗേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെയെല്ലാമാണ് ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതായത് നമുക്ക് കൊളീഷൻ്റെ കേസിലാണെങ്കിലും ശരി, കൊളൈഡേഴ്സിൻ്റെ കേസിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ ട്രിഗേഴ്സിൻ്റെ കേസിലാണെങ്കിലും ശരി. ഇപ്പം നമ്മളിപ്പോൾ ട്രിഗറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, ഒരു UI കാണിക്കുന്നു, കാര്യങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ആക്ച്വലി ചുമ്മാ ഒരു കൊളൈഡർ കൊടുത്ത് അതിനകത്ത് ഈസ് ട്രിഗർ കാണിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ UI കാണിക്കുമോ? ഇല്ല, കാണിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈസ് ട്രിഗർ കൊടുത്തതിന് ശേഷം നമ്മൾ കോഡ് വഴി ഒന്നും അറിയിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല, ചുമ്മാ ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈസ് ട്രിഗർ കൊടുക്കുന്നത്. സോ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കോഡ് വഴി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കൊളൈഡേഴ്സിൻ്റെ കേസിലും അതുപോലെ തന്നെ കൊളൈഡേഴ്സിൻ്റെ അകത്ത് നമ്മൾ ട്രിഗേഴ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും കോഡ് വഴി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് നമുക്ക് ആക്ച്വലി ഓരോ കേസിലും, അതായത് കൊളൈഡേഴ്സിൻ്റെ കേസിലും ട്രിഗേഴ്സിൻ്റെ കേസിലും 3 ഓപ്ഷൻസ് വീതമുണ്ട്. 3 മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ 3 ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് കൊളീഷൻ്റെ നമുക്ക് ആദ്യമേ പറയാം, അതായത് കൊളൈഡേഴ്സിൻ്റെ നമുക്ക് ആദ്യമേ പറയാം. കൊളൈഡേഴ്സിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് ഓൺ കൊളീഷൻ എൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ബേസിക്കലി ഓൺ കൊളീഷൻ എൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് കൊളീഷനിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, അതായത് കൊളീഷനിൽ കയറി കഴിയുമ്പോഴത്തേക്കും ആണ് ആ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ആവുന്നത്. അതായത് ഇപ്പം ഈ പ്ലെയർ ഈ ഡോറിൽ ഇങ്ങനെ വന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ ആയെന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ആ ഒരു എൻ്ററിങ് പോയിന്റിലാണ് ആക്ച്വലി ആ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ആവുന്നത്. അങ്ങനെ ആ ഫംഗ്ഷനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ആവുന്നു. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷനാണ് ഓൺ കൊളീഷൻ എക്സിറ്റ്. സോ ഓൺ കൊളീഷൻ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ 2 ഒബ്ജക്റ്റിൽ എപ്പോഴും ഇങ്ങനെ കൂട്ടിമുട്ടിയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു കൺസിഡർ ചെയ്ത് വെക്കുക. ആൻഡ് ഈ ഒബ്ജക്റ്റ് പെട്ടെന്ന് നമ്മുടെ പുറത്തോട്ട് പോകുന്നു, അതായത് രണ്ടും കൊളീഷനിൽ നിന്ന് വേർപിരിയുന്നു. അങ്ങനെ വേർപിരിയുന്ന ആ ഒരു മൂമെൻറ്റിൽ, ആ സെക്കൻഡിൽ, ആ ഫ്രെയിമിൽ ആണ് നമ്മുടെ ഓൺ കൊളീഷൻ എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവോക്ക് ആവുന്നത്. അങ്ങനെ ഇൻവോക്ക് ആകുമ്പോഴത്തേക്കും അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ആവുന്നു. ഇനി നമുക്ക് പറയേണ്ടത് ഓൺ കൊളീഷൻ സ്റ്റേ ആണ്. ഇത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ കൊളീഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ആവപ്പെടുത്തുള്ളൂ. അതായത് എക്സിറ്റ് ചെയ്യുന്ന ആ നിമിഷം തന്നെ ആ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യാതെ പോകും. അതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്ന നിമിഷം തുടങ്ങും, പിന്നെ എക്സിറ്റ് ചെയ്യുന്നത് വരെ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ആവത്തുള്ളൂ. ഓക്കെ, അതായത് ഫുൾ ടൈം സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് ആ കൊളീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം ഇൻവോക്ക് ആകപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് ഓൺ കൊളീഷൻ സ്റ്റേ എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് ആക്ച്വലി പറയാവുന്നതാണ് ട്രിഗേഴ്സിൻ്റെ കേസിൽ. സോ ട്രിഗേഴ്സിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് എടുക്കാവുന്നതാണ്. അതായത് ഓൺ കൊളീഷൻ എൻ്ററിന് പകരം ഓൺ ട്രിഗർ എൻ്റർ എന്നാണ് നമ്മൾ ട്രിഗേഴ്സിൻ്റെ കേസിൽ പറയുന്നത്. അതുപോലെ തന്നെ ഓൺ കൊളീഷൻ എക്സിറ്റിന് പകരം ഓൺ ട്രിഗർ എക്സിറ്റ് എന്നും, ഓൺ കൊളീഷൻ സ്റ്റേയ്ക്ക് പകരം ഓൺ ട്രിഗർ സ്റ്റേ എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ട്രിഗർ എങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. ട്രിഗർ നമ്മുടെ കൊളീഷൻ പോലെ തന്നെയാണ്. അതായത് ഓൺ ട്രിഗർ എൻ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ ട്രിഗർ ഉണ്ടെങ്കിൽ ആ ട്രിഗറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ആവുന്നു. ഓക്കെ, ട്രിഗറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു തവണ ഓൾറെഡി എക്സിക്യൂട്ട് ആയല്ലോ. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ ഓൺ ട്രിഗർ എക്സിറ്റ് ആണ്. ഓൺ ട്രിഗർ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒബ്ജക്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ ട്രിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രിഗറിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവുന്നു. ഓൺ കൊളീഷൻ എക്സിറ്റ് പോലെ തന്നെ. ആൻഡ് മൂന്നാമത്തെ ഓപ്ഷനാണ് ഓൺ ട്രിഗർ സ്റ്റേ. സോ ഓൺ ട്രിഗർ സ്റ്റേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബേസിക്കലി ഓൺ കൊളീഷൻ സ്റ്റേ പോലെ തന്നെ ഒരു ട്രിഗറിൽ ആയിരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം ആ ഒരു ട്രിഗർ കാണിക്കുക, ആ ട്രിഗറിൻ്റെ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആക്കുക. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കേസിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ആക്ച്വലി ഡോറിൻ്റെ കേസിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഓൺ ട്രിഗർ സ്റ്റേ ആണ്. അത് നമുക്കൊന്ന് പറയാം. സോ നമ്മുടെ പ്ലെയർ ഇത് നമ്മുടെ ഒരു ക്യാരക്ടറാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ക്യാരക്ടറാണ്, നമുക്ക് ഓടും ചാടുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ ബ്ലാക്ക് ബോക്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെ ഒരു ഡോറുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ പ്ലെയർ ഡോറിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും UI കാണിക്കുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്യണോ വേണ്ടോ എന്നുള്ള UI കാണിക്കുന്നു. ഇവിടെ ട്രിഗർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ ട്രിഗർ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ട്രിഗർ ഉണ്ട്, അത് കാരണം തന്നെ ആ ഒരു UI കാണിക്കുന്നു. ആൻഡ് ഈ UIയിൽ നിന്ന് പുറത്തോട്ട് പോയി ഇത്രയും അകന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവണ ട്രിഗർ എക്സിക്യൂട്ട് ആയി എന്നും വെച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ UI കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബേസിക്കലി
നമ്മൾ വെറും ഓൺ ട്രിഗർ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോഴത്തെ യു ഐ കാണിക്കുന്നു, പുറത്തോട്ട് പോയാലും ആ യു ഐ കാണിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമ്മളിവിടെ കൊടുക്കുന്ന ഓൺ ട്രിഗർ സ്റ്റേ ആണ്. കാരണം ഒന്ന് എൻ്റർ ചെയ്ത് ഈ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ മാത്രം ഈ എൻ്റർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ യു ഐ കാണിക്കേണ്ട ആവശ്യമുള്ളൂ, ഡോർ തുറക്കേണ്ട യു ഐ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രം ആ യു ഐ കാണിക്കുന്നു, പുറത്തോട്ട് പോയാൽ ആ യു ഐ കാണിക്കാതിരിക്കുന്നു. കാരണം സ്റ്റേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നില്ല. സോ നിങ്ങൾക്കിപ്പം ട്രിഗേഴ്സിൻ്റെ കേസിലുള്ള ഫങ്ഷൻസും മനസ്സിലായി ഞാൻ കരുതുകയാണ്. ഇനി ചെറിയൊരു പോയിന്റ് പറയാനുള്ളത് ചിലർക്ക് അറിയാതെ പോയേക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൊളൈഡേഴ്സിനെ എഡിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അതിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നെ ഉള്ളതാണ്, സിമ്പിളാണ്. ഇവിടെ എഡിറ്റ് കൊളൈഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് താഴെ നമ്മുടെ ബോക്സിനകത്ത് ഗ്രീനിൽ തന്നെ കാണാവുന്നതാണ് നമ്മുടെ സ്ക്വയർ പോലത്തെ ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൊളൈഡറിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഒബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ബേസിക് ആയിട്ടുള്ള ഐഡിയ കൊളൈഡേഴ്സിനെ പറ്റിയും ട്രിഗേഴ്സിനെ പറ്റിയും മനസ്സിലായി ഞാൻ കരുതുകയാണ്. ഇതുപോലത്തെ കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിളും കൂടി ചെയ്യുക. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.